റെഡിയായിട്ടുണ്ട്. ആഫ്റ്റർ ഡെലിവറിയുള്ള എൻ്റെ ആദ്യത്തെ വ്ലോഗാണ് ഇത്. ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് പോസ്റ്റ്നാറ്റൽ കെയർ സെൻറ്ററിലാണ്. ഇത് നിഹാര ആയുർ കെയർ സെൻ്ററാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാനില്ല, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. ഇന്ന് നമ്മുടെ ന്യൂ മെമ്പറിൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ്. ബേബി ഫോട്ടോഷൂട്ട് എന്തെങ്കിലും അറേഞ്ച് ചെയ്തേക്കാണ്. എനിക്ക് തോന്നുന്നത് ഡേ 12 ആയിട്ടാണ്, 12-13 ആയിട്ടുണ്ടെന്ന്. 13 ദിവസമായി ഇന്ന് ബേബി വന്നിട്ട്. അപ്പോൾ ഇന്ന് ആളുടെ ബേബി ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ദിലുവിൻ്റെ 6th ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടിയും സെയിം ഡേറ്റ് ആയിട്ട് വന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് വേറെ അവരിപ്പോൾ ഈ നമ്മുടെ ഒഴിവൊക്കെ നോക്കി വന്നപ്പോൾ കറക്റ്റ് ദിലുവിൻ്റെ ബർത്ത്ഡേ അന്നാണ് കിട്ടിയത്. അപ്പോൾ ദിലും സനിക്കൊക്കെ അവിടെ വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സും അവരും ഓൺ ദ വേ ആണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷം കൊച്ചിൻ്റെ ബേബി ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ആ ബർത്ത്ഡേക്കൊക്കെ സെറ്റ് ആയിട്ടല്ലോ. കം കം, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പറ. ആ നീ ബേബിനെ കൊടുക്ക. മമ്മ പറഞ്ഞില്ലേ ഇതിന്റെ ബർത്ത്ഡേക്ക് ബേബി ഉണ്ടാവുന്നു. ബർത്ത്ഡേ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് എത്തി. നമ്മൾ റൂമിൽ തന്നെയാണ് ഫുള്ള് സെറ്റ് ചെയ്ത് തരുന്നത്. അവർ നല്ല അടിപൊളിയായിട്ടൊക്കെ ബേബിനെ ഹാൻഡിൽ ചെയ്തിട്ടോ. അവൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ റാപ്പൊക്കെ ചെയ്തിട്ടാണ് ആളുടെ കംഫർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഷൂട്ടൊക്കെ മുന്നോട്ട് പോയിരുന്നത്. നമ്മൾ ടോട്ടലായിട്ടൊരു 5 തീംസാണ് കേട്ടോ എടുത്തിരുന്നത്, സെലക്ട് ചെയ്തിരുന്നത്. അതിൽ 3 തീംസ് ബേബിയുടെയും എക്സ്ട്രാ 2 ഫാമിലി തീംസും സിബ്ലിങ്സിൻ്റെ ആയിട്ടും പിന്നെ ഫീച്ചേഴ്സ് ആയിട്ടുള്ളൊരു തീമാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ അന്ന് പെട്ടെന്നൊരു എക്സ്ട്രാ ഒരു തീം വന്നതാണ് ദിലുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ആളുടെ ബർത്ത്ഡേക്കൊക്കെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോസും അന്ന് എടുത്തിരുന്നു കേട്ടോ. കൂടെ നമുക്കൊരു റീലും ഉണ്ടായിരുന്നു, ചെറിയൊരു വീഡിയോയും ഈ ഒരു കൂട്ടത്തിൽ നമുക്കുണ്ട്. അങ്ങനെ ഫസ്റ്റ് തീം ആളെ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഒരു നമ്മളെടുത്തിരുന്നത് ഒരു കുഞ്ഞി ടോയൊക്കെ സൈഡിൽ വെച്ചിട്ടുള്ളൊരു തീമാണ്. ആരെക്കാട്ട് എക്സൈറ്റ്മെൻറ്റ് ദിലുവിനായിരുന്നു. ദിലു ഫുൾ റെഡിയായി മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായിട്ട് ഇരിക്കുകയാണ്. ബേബി ആണെങ്കിലും നല്ലോണം കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ സെക്ഷനും പോയിരുന്നത്. ആണ് നല്ല ഹാപ്പി കംഫർട്ടായിട്ടാണ് ഇരുന്നത്. ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈമാണ് ഒരു ഷൂട്ടൊക്കെ നടക്കുന്നത്. ഞാനും ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് എന്തായാലും ബാക്കിയുള്ള വീഡിയോസ് കാണാം. എടുക്കണ്ട് ഇട്ട് തരുന്നുണ്ടല്ലോ. പ്രശ്നമൊക്കെ ഇപ്പോഴായിട്ടായിരുന്നു. ഇഷ്ടായി.
ഉണ്ണിയുടെ പോലെ ആയിരിക്കും ഫോട്ടോ എടുക്കാനായിട്ട് ആള് ഭയങ്കര. അതെ അതായിരിക്കും ഉണ്ടാണ്ടിരിക്കുന്നേ. എനിക്കരുതട്ടെ ബേബി ഇതിലും മോനല്ലേ നല്ല മോനല്ലേ അവിടെ ഇരിക്കും. ശരി തരൂ. ഇവിടെ ഒരാൾ ഷൂട്ടിങ്ങിന് ഇടയിലും ആൾക്ക് ബേബിനെ കിസ് ചെയ്യണം, കയ്യിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അവർ ഷൂട്ടിൻ്റെ ഇടയിലാണ് കേട്ടോ ഷൂട്ട് തിരിക്കുന്നത്. ഇനി അത് രണ്ടാമത്തെ തീമും കഴിഞ്ഞു. നമ്മൾ ഇനി തേർഡ് തീമിലേക്കാണ് പോകുന്നത്. എനിക്ക് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഹാരി പോട്ടറിൻ്റെ ഒരു തീം വേണം, അല്ലെങ്കിൽ ഹാരി പോട്ടറിൻ്റെ ആ ഒരു സ്പെക്സ് വെച്ചിട്ടുള്ള ഒരു തീം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ഒരു ഹാരി പോട്ടറിൻ്റെ ഒരു തീമാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. ബേബിക്കാണ്, നമ്മൾ മോനിക്കാണ് ആദ്യമായിട്ട് അത് തീം അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുത്ത തീമിലാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഹാരി പോട്ടർ തന്നെയാണ്. ബാക്കി രണ്ട് തീംസും അടിപൊളി തന്നെയാണ്, എന്നാലും ഹാരി പോട്ടർ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കിട്ടി. ടോട്ടലി കംപ്ലീറ്റ്ലി ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെ നമ്മളുടെ ഫാമിലി ഫോട്ടോസും എല്ലാ ഫോട്ടോസും ദിലുവിനായിട്ടുള്ള ഫോട്ടോസ്, അങ്ങനെയുള്ള എല്ലാ ഫോട്ടോസും നല്ല അടിപൊളിയായിരുന്നു. ഏതായാലും ഞാൻ ചിരിക്കില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഫോട്ടോ സെക്ഷൻ വെച്ചിട്ടുള്ള ബാക്കി എല്ലാ ഫോട്ടോ സെക്ഷനിലാണ് നല്ല സ്ലീപ്പായിരുന്നു. ഹാരി പോട്ടർ എടുത്തപ്പോൾ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി. ഒരു സ്മൈൽ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കുറേ നേരം പരിശ്രമിച്ചു. അതൊരു ഹാഫ് സ്ലീപ്പ് ആകുമ്പോഴാണ് കുട്ടികളിങ്ങനെ ചിരിച്ചു തരാം. ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നേരം അതായത് എനിക്കത് കുറേ നേരം ട്രൈ ചെയ്യാനായിട്ട് ഒന്നൊരു സ്മൈൽ വരുത്തിക്കാനായിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഒരുപാട് ഞങ്ങൾ ശ്രമിച്ചു, പക്ഷേ ആളുടെ സ്മൈലുള്ളത് കിട്ടിയില്ല. എന്നാലും ഹാരി പോട്ടറിൻ്റെ ഫോട്ടോസൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദിലു ആൻഡ് ബേബിയുടെ ഫോട്ടോസാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം നിന്നു. ദിലു ആണെങ്കിലും നല്ല ചിരിയൊക്കെ കൊടുത്ത് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്ലീപ്പായതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ആൾക്ക് ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. ബേബിനെ രണ്ട് കയ്യിലും പിടിച്ചു
എക്സ്പ്രഷൻ മാറ്റേ നേരെ നോക്കി ചിരിച്ചിങ്ങനെ ടച്ചാ വന്നിട്ടത് അതേതാ ടച്ചായി ഇല്ലേ ഇതിലിങ്ങനെ കണ്ണടച്ച് മോളും കണ്ണടച്ച് ഇനി ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് ഒരു വൈറ്റ് തീം ആയിട്ടുണ്ടല്ലോ എല്ലാവരും. ബേബിനെ കാണിച്ചു കൊടുക്കട്ടെ. ബേബിനെ വൈറ്റ് ആക്കി കാണിച്ചു കൊടുക്കട്ടെ. ബേബിയുടെ ഓൾറെഡി ഇത് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഫാമിലി സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിലുറപ്പിച്ചൊരു കളറാണ് വൈറ്റ്. വൈറ്റ് തീം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏത് ഫോട്ടോസും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും വൈറ്റ് കളറൊക്കെ സെറ്റാക്കി. ബേബിക്കാണെങ്കിൽ വൈറ്റ് കളർ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈറ്റിലെടുത്തുകൊണ്ടായിരിക്കണം നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് ഫോട്ടോസാണ് ഫാമിലി സെക്ഷൻ. ഓരോ ഫോട്ടോസും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബേബി ആണെങ്കിലും ദിലു ആണെങ്കിലും എല്ലാം നല്ല രസത്തിലാണ് ഫോട്ടോ വന്നിരിക്കുന്നത്. ഇത്രയും നേരം എല്ലാവരും ശ്രമിച്ചിട്ടും ചിരിക്കാത്ത ബേബി ഞങ്ങളുടെ ഫാമിലി സെക്ഷനിൽ ഒരു ഫോട്ടോയിൽ ചിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേരും ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫോട്ടോ ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ ആണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ് ഞാൻ ഹാപ്പി ആയിരുന്നു ആ ഒരു ഫോട്ടോഷൂട്ടിൽ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ഇവരെടുത്ത ഓരോ ക്ലിക്കും അടിപൊളിയായിട്ടുള്ള ഫോട്ടോസാണ്. എന്തായാലും വേർത്താണ് ഞാൻ ഇവരെ ചൂസ് ചെയ്തത്. ഞാനിവരുടെ ഡീറ്റെയിൽസ്, ഇവരുടെ പേര് പെക്യുനോലെക്സ് എന്നാണ്. ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇനിയും എനിക്ക് ഇനി ഫ്യൂച്ചറിൽ ആവശ്യം വരികയാണെങ്കിൽ എന്തായാലും ഇവരെ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്യുള്ളൂ. അത്രയും എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഇവരെല്ലാ ഫോട്ടോസും ഇവർ കോപ്പറേഷനും എല്ലാം. നിങ്ങൾ തന്നെ മുട്ടിക്കട്ടെ. കുറച്ചും തന്നെ ആ ഫ്രണ്ടിലേക്കോ ഫ്രണ്ടിലേക്ക്. മോളിങ്ങോട്ടേക്ക് അങ്ങനെ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇങ്ങോട്ടേക്ക് മോളിങ്ങോട്ടേക്ക് മോളിങ്ങോട്ടേക്ക് അങ്ങനെ. ആ യെസ്. കൈ ഇങ്ങോട്ടേക്ക് കൈ ഇങ്ങോട്ടേക്ക്. ആ യെസ്. കറണ്ട് കഴിഞ്ഞു നമ്മളുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട്. അതെല്ലാം പാക്ക് ചെയ്തിട്ട് പോവാണ്. പാക്കിംഗ് സീൻസ് ആണ്. നോക്കട്ടെ, എല്ലാം കഴിഞ്ഞപ്പോ എണീറ്റിട്ടുണ്ട്. മഴ കൊടുക്കണം. എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഉറങ്ങിയായിരുന്നു. ഇത്ര അപ്പം തരാം, പാപ്പ തരാം കേട്ടോ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി. അവർക്ക് പോകാനുള്ള സമയമായി. എല്ലാം പാക്ക് ചെയ്ത് അവർ തിരിച്ചു പോവാണ്. അപ്പോൾ അവർ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ദിലു നിന്ന് ടാറ്റ ബൈയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.